ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അപ്പൊ ഇന്ന് എന്താ പറയാ, പകുതിയല്ല മുക്കാലോളം നമ്മുടെ ഷെറിന്റെ കഥയായിട്ട് അങ്ങ് തീർന്നു. ഏതായാലും അവസാന സീൻ എന്ന് പറയുന്നത് നമ്മുടെ വൈജയുടെ മുന്നിലേക്ക് അലീന സഹിതം ചെല്ലുകയാണ്. കാല് പിടിച്ചിട്ടെങ്കിലും നമ്മുടെ വൈജയനെ തിരിച്ചു കൊണ്ടുപോകാം എന്നോർത്താണ് അലീന വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അവസാന പരിശ്രമമായിട്ട് നമ്മുടെ വൈജയുടെ കാല് പിടിക്കുന്നുണ്ട്. ഈ കാലിൽ വീഴാൻ ഞാന് ദയവ് ചെയ്ത് മേഡം തിരിച്ചു വരണം, മക്കളെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഇവരും എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാലോ. പിന്നെ ഞാനാണ് പ്രശ്നമെങ്കിൽ ഞാൻ പൊക്കോളാം മേഡം എന്ന് പറയുമ്പോ, നീ കുറെ നാളായല്ലോടി പോകാന്ന് പറയുന്നു. നീ ഈ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് കുറെ ദിവസം ആയല്ലോ. പോകാന്ന് പറയുന്നല്ലോ, നീ ഇവിടുന്ന് പോകുന്നൊന്നും ഇല്ലല്ലോ. നീ ആദ്യം പോയി കാണിക്കും, അതിനുശേഷം ഞാൻ വരാം അങ്ങോട്ടേക്ക്. നീ പോകാതെ ഒരിക്കലും ഈ വൈജ ആ വീടിന്റെ പടി ഇനി കുത്തത്തില്ല. ഇവിടെ കിടന്ന് ചിലപ്പോ ഞാന് കമലയിടത്തിയുടെ കുത്തുവാക്കൊക്കെ കേൾക്കേണ്ടി വരും. അതൊക്കെ ശരിയാണ്. എന്നാലും ഞാന് സഹിച്ചു നിൽക്കും. എനിക്ക് നിന്നെ ആ വീട്ടിൽ നിർത്തി ആ വീട്ടിൽ ഞാനും കൂടി ഒരുമിച്ച് വാഴാന്ന് ആരും വിചാരിക്കണ്ട, എന്റെ പൊന്നു മക്കളും വിചാരിക്കണ്ട. ഞാൻ വരത്തില്ല. ഇവളെന്ന് പടി ഇറങ്ങുന്നോ അന്ന് ഞാൻ വരാം. ഇവള് പടി ഇറങ്ങിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും രോഹിത്തും പറയുന്നുണ്ട്, ഇത് എന്ത് പിടിവാശി അമ്മയെ കാണിക്കുന്നത്, ഇതൊക്കെ എന്താണ്? സാധാരണ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിപ്പിള്ളാര് കിടന്ന് കാണിക്കുന്നേക്കാളും വല്ലാത്തൊരു പിടിവാശിയായി പോയല്ലോ ഇത്. അമ്മയ്ക്ക് ലെവലേശം ബോധമില്ലേ? അമ്മയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ളതല്ലേ? അതിൻ്റെതായ ഒരു ബോധമില്ലേ എന്ന് ചോദിച്ചപ്പോ, നീ എന്നെ കൂടുതൽ ബോധക്കേടൊന്നും പഠിപ്പിക്കണ്ട. ഇവളെ എന്റെ മുമ്പിൽ വന്നാൽ എനിക്ക് ബോധക്കേടുണ്ടാവും, അത് ശരിയാണ്. ഇവളെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. എന്റെ പൊന്നു പിള്ളാരെ, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊക്കോ എന്ന് പറയാണ്. ഏതായാലും നിവൃത്തിയില്ല കേട്ടോ. ബാലചന്ദ്രനല്ല, സോറി, രോഹിത്തും കൃഷ്ണമോളും ബബിതയും അലീനയും ഒക്കെ മാക്സിമം എഫർട്ട് എടുത്തു എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോകാന്ന്. ഏതായാലും തോറ്റ് പിന്മാറുക തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? അമ്പിലും വില്ലിനും അടുക്കാത്ത നമ്മുടെ വൈജയനെ അവിടെ നിർത്തിയിട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഏതായാലും മനുവിനോട് പറഞ്ഞു. മനുവിനോട് എല്ലാവരും കൂടെ ചേർന്നാണ് പറയുന്നത്, ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല മനുവെങ്കിലെ, ഇനി ഇവിടെ നിന്നിട്ട് പ്രയോജനം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. അമ്മ പിടിച്ച മുയലിന് ഇത്ര ഇതാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നിൽക്കുന്ന സമയത്തോളം ഒരിക്കലും ഞങ്ങളുടെ ഇതൊന്നും അമ്മ കാര്യത്തിൽ എടുക്കില്ല. ഞങ്ങളുടെ ഭാവിയോ ഞങ്ങളുടെ ജീവിതമോ അതൊന്നും അമ്മയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് അമ്മയുടെ വാശി തന്നെ നടപ്പിലാക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അപ്പൊ തോറ്റു പിന്മാറി പോകുവാണോ അലീനെ? നീയും നിന്റെ കൂടെ വന്ന പടകളെല്ലാരും കൂടെ ഇവിടെ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് തോറ്റു പോവുകയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, തോക്കേണ്ട സ്ഥലത്ത് തോക്കണമല്ലോ. ഏതായാലും ഞാൻ തോറ്റിട്ട് ഇവർക്കൊരു ജീവിതം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിട്ട് ഈ മക്കൾക്കൊരു അമ്മേനെ കിട്ടുകയാണെങ്കിൽ ഞാനായിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് മനുവേട്ടാ. ഏതായാലും ഞാൻ പോകും. ഞാൻ പോയാലല്ലേ അങ്ങോട്ടേക്ക് മേഡം വരത്തുള്ളൂ. ഞാൻ പോവുക തന്നെ ചെയ്യുമെന്ന് പറയാണ്. അപ്പൊ നിരഞ്ജന പറഞ്ഞു, ഏതായാലും നിങ്ങൾ ഇവിടുന്ന് പോവുക. ഞാൻ എന്റെ റൂം തിരിച്ചു കിട്ടുന്ന ഓർത്തിരുന്നാണ്. ഇപ്പൊ എന്റെ റൂമും ഇല്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ ഓർത്ത് എന്റെ റൂമേലും എനിക്ക് തിരിച്ചു കിട്ടുന്ന. ഇനിയിപ്പം വൈജാന്റി ഇവിടുന്ന് പോകുന്നവരെ ഞാൻ എന്റെ റൂമിന് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സാരമില്ല, ഇനിയിപ്പൊ വെയിറ്റ് ചെയ്യാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്കും മനു പറഞ്ഞു, ആനക്കാര്യത്തിന്റെ ഇടയ്ക്ക് അവളുടെ ഒരു ചേനക്കാര്യം. നിനക്കിപ്പോ റൂമാണോ വലുത്? അതെ അതെ, എനിക്ക് എന്റെ റൂം തന്നെയാ വലുത്. എന്റെ ആ പ്രൈവസി ഉണ്ടല്ലോ നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാനാ? അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒരു ദിവസം മനുവേട്ടന്റെ റൂം മനുവേട്ടന് നഷ്ടപ്പെടുമ്പോഴേ മനുവേട്ടന് മനസ്സിലാവത്തുള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്ക് റൂമില്ലല്ലോ, എന്താ നമുക്ക് എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ പോരെ? ഇനിയിപ്പോ എന്റെ റൂമിനകത്ത് തന്നെ കിടന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ എന്നൊന്നുമില്ല. ഏതായാലും വൈജയാന്റി ഇവിടെ കാണും. ഇനിയിപ്പം നീ വിചാരിക്കുന്ന പോലെ നിന്റെ റൂം ഉടനെ ഒന്നും നിനക്ക് തിരിച്ചു കിട്ടുന്നു തോന്നുന്നില്ല മോളെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് കൊണ്ടുവന്ന ബാഗും പെട്ടിയൊക്കെ ആയിട്ട് നമ്മുടെ അലീന തോറ്റു പടി ഇറങ്ങേണ്ടി വരികയാണ്. ഏതായാലും അലീന തോറ്റു പടി ഇറങ്ങിയാലും നമ്മുടെ വൈജ തോറ്റ് പടി കയറത്തില്ല അവിടെ. അങ്ങനെയാണ് വൈജ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അപ്പം കമലയുണ്ട്. കമലയാണെങ്കിൽ ആളെണ്ണം കുറച്ചെങ്കിലും കുറഞ്ഞ അത്ര സമാധാനം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പോകുന്നവര് പോട്ടെ, പിന്നെ വൈജയല്ലേ ഉള്ളൂ. വൈജയനെ എങ്ങനെയെങ്കിലും ഒഴിക്കാലോ. മാത്രമല്ല മുത്തശ്ശിയോട് ചെന്ന് യാത്രയൊക്കെ പറയാണ് അലീന ചെന്ന് മുത്തശ്ശിയോട് പറഞ്ഞു. അത് പിന്നെ മുത്തശ്ശി ഞാൻ പോവുകയാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല വൈജ, മുത്തശ്ശിയുടെ മോള് ഞങ്ങളുടെ കൂടെ വരത്തില്ല, എന്ത് ചെയ്യാണ്? മുത്തശ്ശിയുടെ മോളുടെ വാശിയൊക്കെ ആയിട്ട് മുത്തശ്ശിയുടെ മോൾ അവിടെ നിൽക്കുകയാണ്. ഏതായാലും ഞാൻ പോവുകയാണ്. ഒത്തിരി നാളൊന്നും കാണത്തില്ല മുത്തശ്ശി. ഞാൻ അവിടെ നെടുമ്പുരയ്ക്കല് കുടി ഏറിപ്പോയിട്ടുണ്ട് ഒരാഴ്ച, അതിൽ കൂടുതലൊന്നും ഞാൻ കാണത്തില്ല. ഞാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ, മോളെ എങ്കിലും മോള് പോകുവാണെന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ മോളെ നീ ഒന്ന് വിചാരിക്കണം. അപ്പം മുത്തശ്ശിക്ക് പറയാൻ വേറെ ഒന്നും അല്ലല്ലോ ഉള്ളത്. ഞാൻ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഒരു കുടുംബം രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ, വൈജയുടെ വാശി മാറുവാണെങ്കിൽ വാശി മാറട്ടെ എന്നൊക്കെയല്ലേ മുത്തശ്ശി പറയുന്നത്. അല്ലെങ്കിലും അവനവന്റെ മക്കള് തന്നെയാ മുത്തശ്ശി വലുത്. പക്ഷേ എന്റെ കാര്യത്തിൽ മാത്രം അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോ, അല്ല മോളെ, ഞാൻ നിന്നെ ഒരിക്കലും
നിന്നെ ഒരിക്കലും ഞാൻ അവഗണിക്കുന്നതോ നിന്നെ വേണ്ടാന്ന് വെച്ചിട്ടോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അറിയാലോ, വെറുതെ എന്തിനാ, പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ രമ്യതപ്പെടുത്തി കൊണ്ടുപോകാൻ ഒരുപാട് പാടുപെടും. അതല്ലേ മോളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാ വെറുതെ. മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് പിടികിട്ടി. മുത്തശ്ശിക്ക് ഏതായാലും ഇപ്പൊ ഇങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഈ വയസ്സാം കാലത്ത് ഇതിൽ കൂടുതൽ എന്താ മുത്തശ്ശിക്ക് പറയാൻ പറ്റുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞിട്ട് നമ്മുടെ അലീനയും രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ പടിയിറങ്ങി പോവുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാനാ, ഇനിയിപ്പം നമ്മുടെ ശിവശങ്കര മേനോന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഇവര് നേരെ പടിയിറങ്ങി പോകുന്നു. എന്താ പറയാ, തോറ്റ് പിന്മാറി അവിടുന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് പോകുന്നത്. രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും അതിൻ്റെതായ സങ്കടവും വിഷമവും ഒക്കെ ഒരുപാടുണ്ട്. ഏതായാലും ഇവര് നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് എത്തി. എന്തോ തിരിച്ചു വരുമ്പോൾ വൈജയെ കൊണ്ടുവന്നേക്കാം, അല്ലെങ്കിൽ വൈജയെ കൊണ്ടുവരും എന്ന ഒരു പൂർണ്ണ പ്രതീക്ഷയോട് കൂടിയാണ് അലീന പോയതെങ്കിൽ അലീന തിരിച്ചു വന്നപ്പോഴും ആ പോയ ഒരു 4 പേരല്ലാതെ ഒരാൾ കൂട്ടത്തിൽ ഇല്ലല്ലോ. അപ്പൊ അവിടെ ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു. ഇവരുടെ വണ്ടി കണ്ടതും ബാലചന്ദ്രൻ വന്നു. ബാലചന്ദ്രൻ വന്നിട്ട് തോറ്റു പിന്മാറിയല്ലേ എന്ന് ചോദിച്ചു തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ ഇവര് അകത്തേക്ക് ക്ഷണിക്കുന്നത്. എന്നിട്ട് സമാധാനപരമായി പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചെങ്കിൽ അതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോ സമാധാനപരമായിട്ട് പ്രശ്നങ്ങളൊന്നും അവസാനിപ്പിച്ചില്ല അച്ഛാ. സമാധാനം വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുക തന്നെ വേണം. എല്ലാവർക്കും സമാധാനം വേണമെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ പറ്റില്ല. ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ സമാധാനം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു സമാധാനം എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചേക്കാണ്. ആ സമാധാനം ഞാൻ ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നമ്മുടെ അലീന നേരെ അകത്തേക്ക് കയറിപ്പോയി. പുറകെ രോഹിത്തും കൃഷ്ണമോളും ബബിതയും ഒക്കെ പോയിട്ടോ. എന്നിട്ട് കൃഷ്ണമോള് നമ്മുടെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് എളുപ്പമൊന്നും അല്ല അച്ഛാ, അമ്മയെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന അത്രയ്ക്ക് എളുപ്പമൊന്നും അല്ല. അതിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. ചിലപ്പം അലീന ചേച്ചി ഇവിടുന്ന് പോകേണ്ടി തന്നെ വരുന്നു പറഞ്ഞപ്പോഴത്തേക്ക്, അങ്ങനെ അലീന പോയിട്ട് നിങ്ങളുടെ അമ്മ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് നീയും നിന്റെ സഹോദരങ്ങളും ഓർത്താ മതി. അച്ഛനും അമ്മയും വേർപിരിയാൻ വേണ്ടിയുള്ള വരവായിരിക്കും. പിന്നെ ഒരിക്കലും ഒന്നെങ്കിൽ ഞാന് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കൂടെ കാണും. അല്ലാതെ ഒരിക്കലും രണ്ടുപേരും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ലെന്ന്. വീണ്ടും സംഘർഷത്തിലാകുകയാണ് കൃഷ്ണമോളും ബബിതയും രോഹിത്തും ഒക്കെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിത പറയുന്നുണ്ട് കേട്ടോ, വണ്ടിയിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ബബിത പറഞ്ഞായിരുന്നു, ഇതിനൊരു പരിഹാരം എന്നത് ഒന്നെങ്കിൽ അലീന ചേച്ചി പോവുക, അല്ലെങ്കിൽ അമ്മ അവിടെ നിൽക്കുക. ഇതിനൊന്നും പരിഹാരം ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അലീന തന്നെ അപ്പൊ തന്നെ പറയുന്നുണ്ട്, ആ പരിഹാരം ഞാനാണെങ്കിൽ ആ പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ പോയ പ്രശ്നം തീരുമല്ലോ. അപ്പൊ പിന്നെ ആ പരിഹാരം എനിക്കല്ലാതെ വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ബബിത എന്ന് പറയുമ്പോഴത്തേക്കും ബബിതയും ഒന്നും പറയുന്നില്ല കേട്ടോ. ബബിത എന്തു പറയാനാണ്, അലീനയെ വിടണ്ടാന്നുണ്ട്, പക്ഷെ അമ്മേനെ വേണവും താനും. എല്ലാം കൂടെ അവർക്കൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്ക്. എന്നാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രന്റെ റൂമിനകത്തേക്ക് കയറി ചെല്ലുകയാണ് അലീന. അപ്പൊ അലീന കയറി ചെന്ന ഉടനെ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ തീരുമാനിച്ചത്, നീ പോകാൻ തന്നെ തീരുമാനിച്ചു, ആ നിലപാടിൽ തന്നെ നീ ഉറച്ചു നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പം അതെ അച്ഛാ, ഞാൻ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, ഞാൻ പോകാൻ തീരുമാനിച്ചു. ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ വന്നത് എന്തിനാ? സത്യം പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ഇവിടെ വന്നത് എന്നെ പരിചയപ്പെടുത്താനോ ഞാൻ ഇന്നയാളാണ് അല്ലെങ്കിൽ എനിക്കൊരു അമ്മയുണ്ടെന്നോ അവരെ അന്വേഷിച്ചോ ഒന്നും അല്ല ഞാൻ വന്നത്. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്കൊരു ഒറ്റ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ അമ്മയുടെ സ്പർശനം, എന്റെ അമ്മ എന്നെ ഒന്ന് തൊടണം, എന്നെ കണ്ണിലൊന്ന് നോക്കി സംസാരിക്കണം, ഒന്ന് പുഞ്ചിരിക്കണം. പക്ഷെ ഇതൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇതിലേറെ എനിക്ക് കിട്ടി. ഞാൻ പ്രതീക്ഷിക്കാതെ ഇരുന്ന ഒരാള് എന്നെ മോളേന്ന് വിളിച്ചു, ഞാൻ അയാളെ അച്ഛാന്ന് വിളിച്ചു. ഒരിക്കലും ഞാൻ അതൊന്നും മറക്കത്തില്ല. ഇനിയിപ്പം എന്റെ യഥാർത്ഥ അച്ഛൻ എന്റെ മുമ്പിൽ വന്ന് നിന്നാലും ഈ നിൽക്കുന്ന എന്റെ അച്ഛന്റെ അത്രയും ഒരിക്കലും ആവത്തില്ല, ഒരിക്കലും അങ്ങനെ വരില്ല. ആ ഒരു രക്തബന്ധത്തെക്കാൾ കൂടുതലും എന്തോ ഒരു ബന്ധമാണ് ഞാനും അച്ഛനും തമ്മിലുള്ളത്. അച്ഛനൊരു നല്ല മനസ്സിനുടമയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുക, ഇനിയിപ്പോ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അച്ഛാ. അച്ഛൻ ഇനി എന്നെ ഇവിടെ നിർത്തിയത് കൊണ്ട് അച്ഛനും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ഒരു കാര്യം വിചാരിച്ചാൽ മതി, 3 മക്കള്, ആ 3 മക്കള് സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ. അവർക്ക് ഇങ്ങനെയൊക്കെ എന്നും വഴക്കും കൂടി ഇങ്ങനെയൊക്കെ അവര് പോയാൽ മതിയോ? അവർക്കും നല്ല രീതിയിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ കാണാനൊരു ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകും. അതിനൊരിക്കലും തടസ്സമായിട്ട് ഈ അലീന നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നു കഴിഞ്ഞാല് എന്റെ സഹോദരങ്ങൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വേദനയായി പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും എന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു വേദന ഉണ്ടാവില്ല. എന്റെ സഹോദരങ്ങൾ എപ്പോഴും സന്തോഷിക്കണം. എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവരോട് പ്രത്യേകിച്ച് എനിക്ക് വേറെ ഒന്നും എനിക്ക് ഇവിടെ ഉള്ളവരുടെ കയ്യിൽ നിന്ന് വേറെ ഒന്നും നേടിയെടുക്കാനോ ഒന്നും അല്ലല്ലോ ഞാൻ വന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങുമ്പോഴും വെറും കൈയോടുകൂടി
വെറും കൈയോടുകൂടി ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഞാൻ പോയത് കൊണ്ട് ഇവിടെ ആർക്കും പ്രത്യേകിച്ച് ദോഷമോ അല്ലെങ്കിൽ ഞാൻ പോയത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ ആർക്കും ഇവിടെ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ അച്ഛാ. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് എല്ലാവർക്കും നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നിന്റെ തീരുമാനം അത് തന്നെയാണെങ്കിൽ അലീനെ അത് തന്നെ നടക്കട്ടെ. സ്വന്തമായിട്ട് തീരുമാനം എടുക്കുവാനും സ്വന്തമായിട്ട് നിന്റെ കാര്യങ്ങൾ ചെയ്യുവാനും ഉള്ളൊരു കഴിവും പ്രാപ്തിയും നിനക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റാരുടെയും വാക്കുകൾ നിനക്ക് കേട്ട് അതനുസരിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ടാ പറഞ്ഞത് നീ നിന്റെ കാര്യം ചെയ്യുക. പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. നീ വിചാരിക്കുന്നുണ്ട് നീ പോയി കഴിഞ്ഞ് ഇവിടെ സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകും, അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും സമാധാനം ഉണ്ടാകുന്നു. പക്ഷെ നീ പോയി കഴിഞ്ഞാല് ഈ 3 മക്കളുണ്ടല്ലോ, നീ പറഞ്ഞില്ലേ സമാധാനപരമായിട്ട് ജീവിക്കാൻ പോകുന്ന ഈ മൂന്ന് മക്കള് കാര്യങ്ങളും സത്യങ്ങളും എല്ലാം അറിയും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറയാണ്, അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ഇനിയിപ്പം അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ അറിയട്ടെ. അല്ലാതെ എനിക്കിനി അതിന്റെ പേരിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അച്ഛാ. അച്ഛന്റെ 3 മക്കളെ ഞാൻ തന്നിട്ടുണ്ട്. അവരിനി ഒരിക്കലും പഴയ ഒരു രീതിയിലേക്ക് തിരിച്ചു പോവില്ല. നല്ല മക്കളായിട്ട് തന്നെ അച്ഛന്റെ കൂടെ ഉണ്ടാകും എന്നും. അവര് ശരിയും തെറ്റും ഒക്കെ അവർക്ക് വേർതിരിച്ച് അറിയാനുള്ള ഒരു കഴിവും പ്രാപ്തിയൊക്കെ അവർക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതോർത്ത് എനിക്ക് വിഷമിക്കേണ്ട. എന്റെ സഹോദരങ്ങളെ നല്ല രീതിയിൽ ആക്കിയിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇനി ഞാൻ പണി വിട്ടിറങ്ങി പോവുക, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളെ അല്ലെങ്കിൽ എന്റെ അച്ഛനെയും അമ്മയൊന്നും വിട്ടുപോകുന്നതല്ല. ഞാൻ ഉണ്ടാകും, എപ്പോഴും ഞാൻ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ ആഗ്രഹിച്ച സമയത്ത് കിട്ടാത്തൊരു സ്നേഹം ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കാത്ത സമയത്ത് എനിക്ക് കിട്ടിയെന്നിരിക്കും. പക്ഷെ അന്ന് ഞാൻ ആ ഒരു സ്നേഹം ഉൾക്കൊള്ളണമെന്നില്ല അച്ഛാ. അത് ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് പറയാണ്. ഇതിൽ വൈജയന്തിനെ ഉദ്ദേശം കണ്ട് പറഞ്ഞാണ്. ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന റൂമിൽ നിന്ന് പോവുകയാണ്. അപ്പൊ അലീന റൂമിൽ നിന്ന് ഇറങ്ങിയതും രോഹിത് എന്താ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ രോഹിത്തിന് എന്തൊക്കെയോ അലീനയോട് ചോദിക്കാനുണ്ട്. അപ്പൊ അലീന റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു. അപ്പൊ രോഹിത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രോഹിത്തെ മോനെ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അലീന ചേച്ചി എനിക്ക് വേണ്ടത് ഒരു കാര്യമാണ്, അത് ഞാൻ അലീന ചേച്ചിയോട് ചോദിച്ച് എനിക്ക് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് കാര്യം നിനക്ക് ചോദിക്കാനുള്ളത്, എന്തെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും പഠിക്കുന്നതിനെ കുറിച്ച് വല്ല സംശയമാണോ? എനിക്ക് അത്രയ്ക്ക് വലിയ ഇതൊന്നും അറിയത്തില്ല, എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞപ്പോ പഠിക്കുന്നതിനെ കുറിച്ചുള്ള സംശയമൊന്നുമല്ല, അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്തോളാം. പക്ഷെ എനിക്കിപ്പം ഒരു സംശയം വേറെ ഒന്നുമല്ല. അന്ന് ഫാദറിന്റെ മുമ്പിൽ വെച്ച് അലീന ചേച്ചി പറഞ്ഞായിരുന്നുവല്ലോ, അലീന ചേച്ചിയുടെ അച്ഛനല്ല ഈ പറയുന്ന ബാലചന്ദ്രമേനോൻ, എന്റെ അച്ഛൻ അലീന ചേച്ചിയുടെ സ്വന്തം അച്ഛനല്ല, നിങ്ങൾ തമ്മിൽ അതായത് ഒരേ ബ്ലഡ് റിലേഷൻ അല്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അലീന ചേച്ചി ആരാ? അലീന ചേച്ചി എനിക്കറിയേണ്ട വേറൊന്നുമല്ല. അലീന ചേച്ചിയും ഈ കുടുംബവുമായിട്ട് അപ്പൊ എന്ത് ബന്ധമുള്ളത്? അലീന ചേച്ചിനെ എന്റെ അച്ഛൻ ചേർത്ത് പിടിച്ചേക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അലീനയ്ക്ക് ഉത്തരം മുട്ടിപ്പോയിട്ടോ. പക്ഷെ അലീന ഒന്ന് പതറിയെങ്കിലും അലീന പറഞ്ഞു, നിനക്കറിയേണ്ടത് വേറൊന്നുമല്ല, എനിക്ക് ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം എന്താണ്, അതുപോലെ തന്നെ നീയുമായിട്ടുള്ള ബന്ധം എന്താണ്, നീയും ഞാനും സഹോദരിയും സഹോദരന്മാരാണോ എന്നല്ലേ നിനക്കറിയേണ്ടത്, നമ്മുടെ ബ്ലഡ് റിലേഷൻ ആണോ എന്നല്ലേ നിനക്കറിയേണ്ടത്. അത് ഞാൻ ഉറപ്പു തരുന്നു, നമ്മൾ ഒരേ ചോര തന്നെയാണ്, എന്റെ സഹോദരൻ തന്നെയാണ് നീ മാത്രമല്ല ഇവിടെയുള്ള നീയും നിന്റെ 2 അനിയത്തിമാരും എന്റെ സഹോദരികൾ തന്നെയാണ്, നമ്മൾ ബ്ലഡ് റിലേഷൻ തന്നെയാണ്. എനിക്ക് ഇത്രയും മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ വേറൊന്നും പറയില്ല, നിനക്ക് അത് അറിഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ അലീന അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് മുതൽ തുടങ്ങിയില്ലേ നമ്മുടെ രോഹിത്തിന്, അതായത് ഇട്ടുകൊടുത്ത ഒരു ഹിന്റ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഹിന്റ് ആയിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മുടെ രോഹിത്, ഈ ബ്ലഡ് റിലേഷൻ എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിക്കുമല്ലോ. ആര് കാരണക്കാരി? ഇനിയിപ്പൊ ഞങ്ങൾ 3 പേരും ബാലചന്ദ്രന്റെ മക്കളല്ലേ, എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞൊരു അവസ്ഥയായി പോകും, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മുടെ രോഹിത്തിനും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷെ എന്തോ രക്തബന്ധം ഉണ്ട് താനും. ഏതായാലും നമ്മുടെ രോഹിത് അന്വേഷിച്ച് കണ്ടുപിടിക്കുമോ ഇനി കാര്യങ്ങളൊക്കെ, കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ, അടിപൊളി വിശേഷങ്ങളാണ് ഓരോ ദിവസവും വരാനിരിക്കുന്നത്, മിസ് ചെയ്ത് കളയരുത്. നമ്മൾ ഇന്ന് രാവിലെ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടായിരുന്നു, നമുക്ക് കറണ്ട് ഇല്ലാതെ വൈഫൈ കണക്ട് ആവില്ലല്ലോ, നമുക്ക് ഇങ്ങോട്ടേക്ക് റേഞ്ച് കുറവാണ്, അപ്പൊ വീഡിയോ അപ്ലോഡ് ആകാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അതാണ് രാവിലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഏതായാലും നാളെയും നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി നമ്മൾ എന്ന് ചെയ്യുന്ന പോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് അപ്കമിങ് വിശേഷം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മിനിഞ്ഞാന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ ചെയ്തില്ല, ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വരാനിരിക്കുന്ന കഥയാണ്, അപ്കമിങ് വിശേഷമാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു
ഈ ഒരു മാസം വരും. അത് ആ ഒരു രീതി പോകുന്ന കഥയാണ് കേട്ടോ. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോകും. നമ്മൾ ഈ നോവൽ ബേസിലാണ് പറയുന്നത്. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോകും. അപ്പൊ നിങ്ങൾ അതും ഇതും നമ്മുടെ ഫുൾ വിശേഷമൊക്കെ കാണുമ്പോൾ ആകെ കൺഫ്യൂഷൻ അടിക്കരുത്. അത് അപ്കമിങ് വിശേഷമാണ് കേട്ടോ, വരാനിരിക്കുന്ന കഥയാണ്. ഇത് നാളത്തെ കഥയാണ്. രാവിലെ ഇടുന്നത് ഫുൾ വിശേഷമാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.